രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമുള്ള എൻ.ഡി.എയുടെ ആദ്യ സംസ്ഥാന നേതൃയോഗം ഇന്ന് ചേർത്തലയിൽ നടക്കും. കഴിഞ്ഞ 9 വർഷമായി മുന്നണിയിൽ തുടരുന്ന ബി.ഡി. ജയസിന് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന പരാതി ഇപ്പോഴുമുണ്ട്. മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കും സമാന പരാതികളുണ്ട്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഒരു മുഖം മാറ്റം വന്ന ശേഷം അല്ലെങ്കിൽ ഒരു പുതിയ മുഖം തലപ്പത്തെത്തിയ ശേഷമുള്ള ഒരു മുന്നണി യോഗം എന്ന നിലയ്ക്ക് സ്വാഭാവികമായും ഘടക കക്ഷികളും പ്രതീക്ഷയോടെ ആയിരിക്കും വരുന്നത്. വെള്ളാപ്പള്ളി ആദ്യമേ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ ഇരുകൈകളും നീട്ടി സ്വാഗതം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ആ ഒരു പിന്തുണ കൂടിയുള്ള സാഹചര്യത്തിൽ ഇന്നത്തെ യോഗം എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രധാനമായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളാകും നടക്കുക. ഒപ്പം തന്നെ എൻ.ഡി.എക്കകത്ത് തുഷാർ വെള്ളാപ്പള്ളിയും അധ്യക്ഷ പദവിയിലേക്ക് വന്നതിന് ശേഷം ഉള്ള ഒരു യോഗമാണ് ഇത്. പ്രധാനമായും നമുക്കറിയാം ബി.ഡി. ജെസുമായി ബി.ജെ.പി. ഉള്ള പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നും നിലവിലില്ലെങ്കിലും ഇവർ തമ്മിൽ മാനസികമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അകലം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് സ്പൈസസ് ബോർഡ് ചെയർമാൻ സ്ഥാനം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ദീർഘകാലം ബി.ഡി. ജെസിനെ ഒഴിവാക്കി നിർത്തി എന്നുള്ളതാണ് പല പൊതുവേദികളും പങ്കിട്ടതിൽ ബി.ഡി. ജെസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് അടക്കം നേരിടേണ്ടി വന്ന അവഗണന പല ഘട്ടങ്ങളിലും പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ആ ഒരു അതൃപ്തി വെള്ളാപ്പള്ളി നടേശനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മുൻ നേതൃത്വവുമായി വെള്ളാപ്പള്ളി അത്ര കണ്ട ഒരു അടുപ്പം തുഷാർ വെള്ളാപ്പള്ളി ബി.ഡി. ജെസുമായി നിൽക്കുമ്പോൾ പോലും ബി.ജെ.പിയിലെ നേതൃനിരയുമായി അത്ര കണ്ട അടുപ്പം വെള്ളാപ്പള്ളി നടേശൻ കാണിക്കാറില്ലായിരുന്നു. അത്തരത്തിലൊരു വരവോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ഇത്തരത്തിൽ ബി.ജെ.പിയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയ ഘട്ടം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പിന്തുണ നൽകുന്ന രീതിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഏറ്റവും അധികം SNDP വോട്ടുകൾ ഇടതുപക്ഷത്തു നിന്നും മറിഞ്ഞത് ബി.ജെ.പിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം ആ ഒരു പിന്തുണ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ഒരു ഇടപെടൽ കൂടിയാകും ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ ഇന്നത്തെ ഒരു വരവോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹം വെള്ളാപ്പള്ളിയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. SNDP വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയും SNDP എടുക്കുന്ന നിലപാട് വളരെ നിർണായകമായിരിക്കും. ആ നിലപാട് പ്രത്യക്ഷ നിലപാട് എടുത്തിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുമായി ചേർന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അടക്കം മത്സരിച്ച ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ഒരു നിലപാടിനെ കുറച്ചുകൂടി വ്യക്തമായി പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഇടപെടലായിരിക്കും ഈ രാജീവ് ചന്ദ്രശേഖരന്റെ അടക്കമുള്ള ഭാഗത്തു നിന്ന് ഉണ്ടാകുക. ഒപ്പം തന്നെ ബി.ഡി. ജെസുമായുള്ള പ്രശ്നങ്ങൾ ആദ്യം അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. ബി.ഡി. ജെസ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറയുമ്പോൾ പോലും അതൃപ്തരായ ഒരു വലിയ വിഭാഗം ബി.ഡി. ജെസിനകത്ത് തീർച്ചയായും നമ്മൾ കേട്ടതാണ്. മുമ്പ് കോട്ടയത്ത് നിന്നൊക്കെ അത്തരം പരാതികൾ ജില്ലാ അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് തന്നെ അത്തരം പരാതികൾ ഉണ്ടായതൊക്കെ കേട്ടതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്നത്തെ യോഗം പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക, ബി.ജെ.പിക്ക് അതിൽ പുതിയ അധ്യക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും, അതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് പോയിന്റ്. അതേസമയം ഇന്ന് ചേർത്തലയിലാണ് ഈ എൻ.ഡി.എ യോഗം നടക്കുന്നത്. അതിനു മുന്നോടിയായി ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ NSS ആസ്ഥാനത്തെത്തി. ജി സുകുമാരൻ നായരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ജി ശ്രീജിത്ത്. ഈ ഉച്ചകഴിഞ്ഞ് അടുത്തതായി ചേർത്തലയിൽ എൻ.ഡി.എ യോഗത്തിനാണ് പോകുന്നത്. പക്ഷെ അതിനു മുന്നോടിയായാണ് സുകുമാരൻ നായരെ കാണുന്നത്. സുകുമാരൻ നായരും രാജീവ് ചന്ദ്രശേഖരന് സ്വാഗതമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു നല്ല നിലയ്ക്ക് പോകുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്ര പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ ഈ സന്ദർശനവും കൂടിക്കാഴ്ചയും? ശ്രീജ, നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എത്തി ജി സുകുമാരൻ നായരെ കണ്ടതാണ്. അന്ന് ജി സുകുമാരൻ നായർ മന്നത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം, ഇംഗ്ലീഷ് പുസ്തകം നൽകിക്കൊണ്ടാണ് ജി സുകുമാരൻ നായരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ വരവേറ്റത്. ഇന്നെന്തായാലും പുതിയ അധ്യക്ഷനായ ശേഷം ഇവിടേക്ക് എത്തുന്നു. അല്പസമയമാണ്, ഏതാണ്ട് 20 മിനിറ്റ് മുൻപാണ് എത്തിയത്. അദ്ദേഹം ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. തീർച്ചയായും NSSന്റെ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള ഒരു തുടക്കം എന്ന നിലയിൽ കൂടിയാണ്. NSS വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് ബി.ജെ.പിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സമുദായ അംഗം എന്ന നിലയിൽ കൂടിയായിരിക്കും സ്വാഭാവികമായിട്ടും NSS ഇദ്ദേഹത്തെ രാജീവ് ചന്ദ്രശേഖരനെ കാണുക എന്നതിലും തർക്കമില്ല. എന്തായാലും കൂടിക്കാഴ്ച തുടരുകയാണ്. അല്പസമയത്തിന് ശേഷം അദ്ദേഹം പുറത്തു വരും. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ബി.ജെ.പിയുടെ മുൻ സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള അഡ്വക്കേറ്റ് എസ് സുരേഷ്, AHP നേതാവ് പ്രതീഷ് വിശ്വനാഥ് തുടങ്ങിയവരെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖരനൊപ്പമുണ്ട്. അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ച തുടരുകയാണ്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.
ചങ്ങനാശ്ശേരിയിൽ NSS ആസ്ഥാനത്താണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടക്കുന്നത്.